ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. നടന്ന കാര്യങ്ങളെല്ലാം ശ്യാമ കരഞ്ഞുകൊണ്ട് അമൃതയോട് പറയുകയാണ്. ഇതിനു വേണ്ടി എന്ത് ദ്രോഹമാ ഞാൻ ഐശ്വര്യടത്തിയോട് ചെയ്തിട്ടുള്ളത്? ഞാൻ അവർക്ക് ഉപകാരം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. ഐശ്വര്യ എന്തുമായിക്കോട്ടെ, നീ എന്താണെങ്കിലും ആ അമ്മയും മകളെയും സൂക്ഷിക്കണമെന്ന് അമൃത പറയുമ്പോൾ ശ്യാമ പറയുകയാണ്. എന്നാൽ ഞാനും ഐശ്വര്യടത്തെ പോലെ ഒരു ഗർഭിണിയല്ലേ. ഐശ്വര്യടത്തി എന്താ അതേക്കുറിച്ചൊന്നും ചിന്തിക്കാത്തത്? ശ്യാമേ, എന്താണെങ്കിലും ഈ കാര്യം അച്ഛനോടും അമ്മയോടും പറയണമെന്ന് അമൃത പറയുമ്പോ ശ്യാമ പറയുകയാണ്. ഇപ്പൊ വേണ്ട ഏട്ടത്തി, ഇപ്പൊ തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം ഈ കാര്യം അറിഞ്ഞാ മതി. പിന്നെ ഏട്ടത്തി, ഐശ്വര്യേട്ടത്തിന്റെ കാര്യത്തില് എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഐശ്വര്യേട്ടത്തി ഓടിപ്പോകുന്നത് കണ്ടപ്പോ ഐശ്വര്യേട്ടത്തി ഗർഭിണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഗർഭിണിയായ ഒരാൾക്ക് ഇങ്ങനെയൊന്നും ഓടാനും സാധിക്കില്ല. ഇടയ്ക്ക് അഖിൽ സാറും എന്നോട് ഈ സംശയം സൂചിപ്പിച്ചതാണ്. ശ്യാമ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നതെന്ന് അമൃത പറയുന്നു. അതേസമയം സുരഭിയും ഐശ്വര്യയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് ഐശ്വര്യയും സുരഭിയും അകത്തേക്ക് വരികയാണ്. ശ്യാമയെ കണ്ടയുടൻ ഐശ്വര്യ ചോദിക്കുകയാണ്, അല്ല ശ്യാമ എന്താ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇത് കേൾക്കുന്ന ശ്യാമ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കുകയാണ്. അല്ല, ഇതാരാ? ഐശ്വര്യടെത്തിയോ? നമ്മള് ഇന്ന് തമ്മിൽ കണ്ടതേ ഇല്ലല്ലോ. ഇത്രയും നേരം എവിടെയായിരുന്നു? ബ്യൂട്ടി പാർലറിൽ പോയതായിരിക്കും അല്ലേ? അല്ലല്ല, ഞങ്ങള് നടക്കാൻ ഇറങ്ങിയതാ. ഇത് കേൾക്കുന്ന സുരഭി പറയുകയാണ്, ഗേറ്റിന്റെ അപ്പുറത്തെ ഫസ്റ്റ് വളവ് വരെ നടന്നു. അന്നേരത്തേക്ക് ഇവള് തളർന്നെന്ന് പറഞ്ഞു. അല്ലാതെ ഞങ്ങൾ എവിടെയും പോയില്ല അല്ലേ മോളെ? സുരഭി ചോദിക്കുമ്പോൾ അമൃത പറയുകയാണ്, അതെ, ഞങ്ങള് കാറിന്റെ ശബ്ദം കേട്ടിരുന്നു. അത് പിന്നെ അവളവിടെ തളർന്നിരിക്കുകയായിരുന്നു. അതാ ഞാൻ പിന്നെ ഇവിടെ വന്ന് കാർ എടുത്തുകൊണ്ട് പോയി കൂട്ടിക്കൊണ്ടു വന്നത്. അതെന്താണെങ്കിലും നന്നായി. ഐശ്വര്യ പ്രഗ്നന്റ് ആണല്ലോ. അമ്മ തന്നെ വേണം മോളെ സൂക്ഷിക്കാൻ. എന്നാ പിന്നെ ഐശ്വര്യക്കൊരു തണുത്ത ജ്യൂസ് എടുക്കട്ടെ എന്ന് അമൃത ചോദിക്കുമ്പോ ഐശ്വര്യ പറയുകയാണ്, വേണ്ട, നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. എന്നാ ശരി, നിന്ന് കാല് കിഴക്കണ്ട, പോയി കിടന്നോളാൻ അമൃത പറയുമ്പോ അമ്മയും മോളും അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അമൃത പറയുകയാണ്, കണ്ടില്ലേ ശ്യാമേ, ഈ വർഷത്തെ ഓസ്കാർ അവാർഡ് ഇവർക്ക് രണ്ടുപേർക്കും തന്നെ നൽകണം. അമൃതേട്ടത്തി, ഇന്ന് തന്നെ ഈ ഗർഭം സത്യമാണോ എന്ന് നമുക്ക് തെളിയിക്കണം. എന്റെ ശ്യാമേ, രണ്ടും പഠിച്ച കളികളാണ്. നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് അമൃത പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അല്ല ഏട്ടത്തി, എന്റെ കണ്ണൻ എന്താണെങ്കിലും നമ്മളെ സഹായിക്കാതിരിക്കില്ല. എന്നും ആർക്കും സത്യം മറച്ചുവെച്ച് കള്ളം പറഞ്ഞുകൊണ്ട് നടക്കാൻ സാധിക്കില്ലല്ലോ. നമുക്ക് എന്താണെങ്കിലും ശ്രമിച്ചു നോക്കാം. തുടർന്ന് മുകളിലേക്ക് ചെല്ലുമ്പോൾ സുരഭി ഐശ്വര്യോട് പറയുകയാണ്, എന്റെ മോളെ, ഞാൻ ആകെ പേടിച്ചു നിൽക്കുകയായിരുന്നു. ആ ശ്യാമ നമ്മളെ കണ്ടെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അവള് കണ്ടിട്ടേയില്ല. അത് ശരിക്കും എന്റെ ബുദ്ധി തന്നെയാ. ഞാനല്ലേ നിന്നെ വിളിച്ചുകൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. തുടർന്ന് ശ്യാമയെ അപായപ്പെടുത്താൻ പറ്റാത്തതിൽ രണ്ടുപേരും പരസ്പരം പഴിചാരുകയാണ്. ശ്യാമയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ മമ്മി ഇങ്ങോട്ടേക്ക് വന്നത്. മമ്മി എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി. എന്നിട്ടെന്താ, വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെ പോയിട്ട് ശ്യാമയെ പോലും എന്തെങ്കിലും ചെയ്യാൻ മമ്മിയെ കൊണ്ടായോ? അതേസമയം ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമയും അമൃതയും. അതിന് ഇനിയും സമയമുണ്ടല്ലോ, ഞാനതെങ്ങനെയെങ്കിലും നടത്തിയെടുത്തോളാമെന്ന് സുരഭി പറയുമ്പോ മമ്മിയെ കൊണ്ടൊന്നും നടക്കില്ലെന്ന് ഐശ്വര്യയും പറയുന്നു. ഇത്രയും നാളും എന്റെ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാ ഞാൻ ഇവിടെ പിടിച്ചു നിന്നത്. ഇനി എത്ര നാള് ഈ ഇല്ലാ ഗർഭത്തിന്റെ പേരില് ഇവിടെ കഴിയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് കേൾക്കുന്ന അമൃതയും ശ്യാമയും ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ ആ ശ്യാമയ്ക്കും അരുണിനുമൊക്കെ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി ഇതുകൂടി കണ്ടുപിടിച്ചാൽ എന്റെ കാര്യത്തില് തീരുമാനമാകും. പിന്നെ ആ നിമിഷം തന്നെ വസുന്ധരാമ എന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. പിന്നെ കുങ്കുമപ്പൂയിട്ട പാല് മമ്മിക്ക് പോലും കുടിക്കാൻ കിട്ടില്ല. എങ്ങനെയും എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ഈ പ്രഗ്നൻസിയുടെ നാടകം കുറച്ചു നാളുകൂടി തുടരണം. ശ്യാമയുടെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിച്ചതിന് ശേഷം ഞാൻ എന്റെ നാടകം അവസാനിപ്പിക്കും. ഇതൊക്കെ കേൾക്കുന്ന ശ്യാമയും അമൃതയും ഞെട്ടലോടെ നിൽക്കുകയാണ്. ഗർഭം അഭിനയിച്ച് ഞാൻ മടുത്തെന്ന് ഐശ്വര്യ പറയുമ്പോ സുരഭി പറയുകയാണ്, എന്നാ മോളെ, ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. അമ്മയുടെ ഓരോ മണ്ടൻ ഐഡിയാസ് ഒന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ മുറിയിലേക്ക് പോകുമ്പോ അത് പറയുകയാണ്, ശ്യാമേ, എത്ര വിദഗ്ധമായ അവള് നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. പറഞ്ഞില്ലായിരുന്നു ഏട്ടത്തി, കണ്ണൻ നമുക്കെല്ലാം കാണിച്ചു തരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് വസുന്ധരയാണ്. വസുന്ധരയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമൃതയും ശ്യാമയും കൂടി പറയുകയാണ്, അതമ്മേ, ശ്യാമയ്ക്ക് ചെക്കപ്പിനുള്ള സമയമായി. ഇതിപ്പോ 3-ാം മാസമല്ലേ, അതുകൊണ്ട് സ്കാനിങ്ങും ചെയ്യണം. എന്താ, ഞാനിപ്പോൾ തന്നെ റെഡിയായിട്ട് വരാമെന്ന് വസുന്ധര പറയുമ്പോൾ അമൃത പറയുകയാണ്, അത് പിന്നെ ഐശ്വര്യയ്ക്കും ശ്യാമയ്ക്കും ഏകദേശം ഒരേ ഡേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഐശ്വര്യനെയും സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകണ്ടേ? അവൾ പറഞ്ഞാൽ അവൾ വരില്ല. അതുകൊണ്ട് അമ്മയെന്ന് പറഞ്ഞാൽ
അതിനെന്താ, ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് വസുന്ധര പറയുന്നു. അങ്ങനെ വസുന്ധരയും അമൃതയും കൂടി ഐശ്വര്യയെ വിളിക്കാൻ പോകുമ്പോൾ ശ്യാമ മനസ്സിൽ പറയുകയാണ്, അരുണേട്ടനെ കൂടി വിളിക്കുന്നതാ ബുദ്ധി, അല്ലെങ്കിൽ ഐശ്വര്യയുടെ എന്താണെങ്കിൽ വീട്ടിൽ പോകാൻ സമ്മതിക്കില്ലെന്നും ശ്യാമ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വസുന്ധരയും അമൃതയും ശ്യാമയും അരുണും കൂടി ഐശ്വര്യയെ വിളിക്കാനായി ചെല്ലുന്നതാണ്. ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറയുമ്പോൾ ഐശ്വര്യ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടി പോയിക്കോളാമെന്ന് ഐശ്വര്യ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, ഇനി എന്താണെങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് പോകണ്ട, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോയാൽ മതി. എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ, അതുകൊണ്ട് ഞാൻ വരില്ലെന്ന് ഐശ്വര്യ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, നിന്റെ തീരുമാനമൊന്നും ഇവിടെ നടക്കില്ല. എൻ്റെ മോൻ്റെ കുഞ്ഞാ നിന്റെ വയറ്റിലുള്ളത്, കറക്റ്റ് ചെക്കപ്പ് തന്നെ വേണം എന്ന് വസുന്ധര പറയുമ്പോൾ ഞാൻ വരില്ലെന്ന് ഐശ്വര്യ പറയുന്നു. നീ വന്നില്ലെങ്കിലേ കൊണ്ടുപോകാൻ എനിക്കറിയാമെന്ന് അരുൺ ദേഷ്യത്തോടെ പറയുകയാണ്. എന്നെ കൊന്നാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരില്ലെന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുൺ ഐശ്വര്യയോട് ദേഷ്യപ്പെടുകയാണ്. ഇത് കാണുന്ന വസുന്ധര പറയുകയാണ്, അരുൺ നീ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, ഐശ്വര്യ എന്താണെങ്കിലും നമ്മുടെ ഒപ്പം വന്നിരിക്കും. ഇത് കേൾക്കുന്ന ഐശ്വര്യ ഞെട്ടലോടെ വസുന്ധരയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.